റഷ്യ യുക്രൈൻ യുദ്ധം രൂക്ഷമാകുകയാണ്. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെ ലക്ഷ്യമാക്കി യുക്രൈൻ തൊടുത്തുവിട്ടത് 400-ലധികം ഡ്രോണുകളാണ്. ഇതിനു മറുപടിയായും പ്രതികാരമായും ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന രൂക്ഷമായ ആക്രമണങ്ങൾക്കിടെ കരിങ്കടലിൽ ചരക്കുകപ്പലിന് നേരെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 4 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടിരുന്നു. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെയും പരിസര പ്രദേശങ്ങളെയും ഞെട്ടിച്ച രാത്രി വൈകിയും പുലർച്ചെയുമായി യുക്രൈൻ വൻ ഡ്രോൺ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. മോസ്കോ മേയർ സെർജി സോബ്യാനിൻ പറയുന്നതനുസരിച്ച് 400-ലധികം യുക്രൈനിയൻ ഡ്രോണുകളാണ് നഗരത്തിന് നേരെ കുതിച്ചെത്തിയത്. റഷ്യൻ വ്യോമ പ്രതിരോധ സേന ഡ്രോണുകളിൽ ഭൂരിഭാഗവും തകർത്തതായി അവകാശപ്പെട്ടെങ്കിലും ചില ഡ്രോണുകൾ മോസ്കോ മേഖലയിലെ ദൊമോദെദോവോ, പൊദോൾസ്ക് എന്നിവിടങ്ങളിലെ വ്യാവസായിക കേന്ദ്രങ്ങളിലും എണ്ണ സംഭരണശാലകളിലും പതിച്ച് വൻ തീപിടുത്തത്തിന് ഇടയാക്കി. റഷ്യൻ സമ്പദ്വ്യവസ്ഥയുടെയും സൈനിക വിതരണ ശൃംഖലയുടെയും നട്ടെല്ലായ എണ്ണ സങ്കേതങ്ങളെയും ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു യുക്രൈനിന്റെ ഈ നീക്കം. മോസ്കോയിലെ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് യുക്രൈന്റെ പ്രധാന നഗരങ്ങളിലും റഷ്യ വിനാശകരമായ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. യുക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിമിതികളെ മുതലെടുത്ത് റഷ്യ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നഗരങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചത്. ഇരുപക്ഷവും പരസ്പരം വിട്ടുകൊടുക്കാതെ നടത്തുന്ന ഈ പ്രത്യാക്രമണങ്ങൾ യുദ്ധത്തിന് ഉടൻ പരിഹാരമുണ്ടാക്കാനുള്ള സാധ്യതകളെ കൂടുതൽ മങ്ങലേൽപ്പിക്കുകയാണ്. ആക്രമണ പരമ്പരകൾക്കിടെ കരിങ്കടലിലെ പ്രമുഖ യുക്രൈനിയൻ തുറമുഖമായ ഒഡേസയ്ക്ക് സമീപം വെച്ച ഗോൾഡൻ ലീവോ എന്ന സിവിൽ ചരക്കുകപ്പലിന് നേരെ റഷ്യ ആക്രമണം നടത്തി. ആഫ്രിക്കൻ രാജ്യമായ ഗിനിയ ബിസാവുവിന്റെ പതാകയേന്തി യുക്രൈനിൽ നിന്നും ധാന്യവുമായി പുറപ്പെട്ട കപ്പലിന് നേരെ റഷ്യൻ ക്രൂയിസ് മിസൈലുകൾ പതിക്കുകയായിരുന്നു. മുംബൈ ആസ്ഥാനമായുള്ള ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് തകർന്ന ഈ കപ്പൽ. വാണിജ്യ കപ്പലുകൾക്ക് നേരെയും നിരപരാധികളായ സാധാരണക്കാർക്ക് നേരെയും നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കടുത്ത ഭാഷയിൽ അപലപിച്ചു. സമുദ്രമേഖലയിലെ അന്താരാഷ്ട്ര സഞ്ചാര സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയും ബാധിക്കുന്ന ഇത്തരം നടപടികൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി. യുക്രൈനിലെ ഇന്ത്യൻ എംബസി ദുരന്തബാധിതരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിച്ചു നൽകുന്നുണ്ട്. റഷ്യൻ ആക്രമണങ്ങളിൽ ഒഡീസ മേഖലയിൽ ജൂലൈ മാസത്തിൽ മാത്രം ഇതുവരെ 28 പേർ കൊല്ലപ്പെട്ടതായി റീജിയണൽ ഗവർണർ വ്യക്തമാക്കി. ജൂലൈ തുടക്കം മുതൽ ഒഡീസയിൽ ദിവസേന ഷെല്ലാക്രമണം നടക്കുന്നുണ്ടെന്നും ചില ദിവസങ്ങളിൽ 13 മുതൽ 15 വരെ എയർ റെയ്ഡ് മുന്നറിയിപ്പുകൾ പ്രഖ്യാപിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ ആവശ്യമായ പേട്രിയറ്റ് ഇന്റർസെപ്റ്റർ യുദ്ധോപകരണങ്ങളുടെ ദൗർബല്യം യുക്രൈൻ നേരിടുന്ന പശ്ചാത്തലത്തിലാണ് റഷ്യ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. റഷ്യൻ തലസ്ഥാനമായ മോസ്കോ ലക്ഷ്യമാക്കി യുക്രൈൻ നടത്തിയ ശക്തമായ ഡ്രോൺ ആക്രമണത്തിൽ എണ്ണ ശുദ്ധീകരണശാലയിൽ തീപിടുത്തമുണ്ടായതിനു പിന്നാലെ ആകാശത്തേക്ക് കറുത്ത പുകയും തീഗോളങ്ങളും ഉയർന്നതോടെ മോസ്കോ നഗരം കടുത്ത പരിഭ്രാന്തിയിലായി. ഈ ആഴ്ചയിൽ 2ാം തവണയാണ് മോസ്കോയിലെ എണ്ണ ശുദ്ധീകരണശാല യുക്രൈൻ ലക്ഷ്യമിടുന്നത്. യുക്രൈനു നേരെ റഷ്യ അടുത്തിടെ നടത്തിയ വ്യോമാക്രമണങ്ങൾക്കുള്ള അർഹമായ മറുപടിയാണിതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. യുക്രൈൻ നടത്തിയ ഓപ്പറേഷൻ സ്പൈഡേസ് വെബിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള സമുച്ചയത്തിലെ ഡോർമിഷൻ കത്തീഡ്രലിൽ റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടിരുന്നു. യുക്രൈന്റെ സാംസ്കാരിക സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ സമീപ മാസങ്ങളിൽ റഷ്യ നടത്തിയ ഏറ്റവും വിനാശകരമായ വ്യോമാക്രമണമായിരുന്നു ഇത്. വിവിധ റഷ്യൻ മേഖലകളിൽ നിന്നായി 555-ലധികം യുക്രൈൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും മോസ്കോ ലക്ഷ്യമാക്കി വന്ന 200ഓളം ഡ്രോണുകൾ തകർത്തതായും റഷ്യൻ അധികൃതർ അറിയിച്ചു. ആക്രമണത്തെ തുടർന്ന് മോസ്കോയിലെ ഷെറമെറ്റീവോ, ദൊമോദെദോവോ എന്നീ പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്നുള്ള എല്ലാ സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചതായും റഷ്യൻ ഗതാഗത മന്ത്രാലയവും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.